നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 13 തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഏതൊക്കെയാണെന്നും പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നു മുതൽ ലഭ്യമായി തുടങ്ങുമെന്നും അതിന്റെ തുക, ആനുകൂല്യങ്ങൾ എന്നിവ എങ്ങനെയൊക്കെയാണെന്നും നിരവധി ആളുകൾ പലപ്പോഴായി ചോദിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിശദീകരണമാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ഈ വൻകിട ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നിലവിൽ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളും പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പദ്ധതിക്കായി ബജറ്റിൽ വെറും 10 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും അതിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി തുടക്കം കുറിക്കുന്നതിനും വേണ്ടിയാണ് ഈ 10 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ കൃത്യമായ ഫണ്ട് ഇതിനായി മാറ്റിവെക്കുമെന്നുമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2027ഓടെ ഈ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നിലവിൽ വരും. ഇതൊരു യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് മാതൃക ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തു ചേരുന്ന എല്ലാവർക്കും ഇതിന്റെ സഹായം ലഭിക്കും. നിലവിൽ സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് പ്രകാരം ലഭ്യമാകുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷയ്ക്ക് മുകളിലാണ് ഈ പുതിയ 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സർക്കാർ വിഭാവനം ചെയ്യുന്നത്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ ടെൻഡർ വഴി പങ്കാളികളാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പൂർണ്ണമായും സൗജന്യമായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇതിനായി പൊതുജനങ്ങളിൽ നിന്നും ഒരു നിശ്ചിത പ്രീമിയം തുക ഈടാക്കുന്നതായിരിക്കും. കൃത്യമായ ഒരു വരുമാന പരിധി നിശ്ചയിച്ചതിനു ശേഷം അതിന് താഴെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രീമിയം തുക പൂർണ്ണമായും സൗജന്യമായിരിക്കും. എന്നാൽ വരുമാന പരിധിക്ക് മുകളിലുള്ളവർ നിശ്ചിത പ്രീമിയം ഫീസ് ഒടുക്കി വേണം ഈ പദ്ധതിയുടെ ഭാഗമാകാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനികളുമായുള്ള പ്രാഥമിക ചർച്ചകൾ സർക്കാർ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ പുതിയ പദ്ധതി വരുന്നതുകൊണ്ട് നിലവിലുള്ള സൗജന്യ ഇൻഷുറൻസുകൾ നിന്നു പോകുമോ എന്ന ആശങ്ക ഒട്ടും വേണ്ട. സംസ്ഥാനത്ത് നിലവിലുള്ള പരമ്പരാഗത ഇൻഷുറൻസ് പദ്ധതികളായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴിയുള്ള 2 ലക്ഷം രൂപ വരെയുള്ള ധനസഹായവും യാതൊരു തടസ്സവുമില്ലാതെ നിലവിലുള്ളതുപോലെ തന്നെ തുടരുന്നതായിരിക്കും. അതിനു പുറമെ മാത്രമായിരിക്കും പ്രീമിയം അധിഷ്ഠിതമായ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പ് ഉദ്യോഗാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്കീം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഇതൊരു വലിയ സാമ്പത്തിക സഹായമാണ്. APL, BPL വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് 12,000 രൂപയാണ് ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുക. ഉദ്യോഗാർത്ഥികളുടെ പഠന ചെലവുകൾക്കും യാത്രാക്കൂലിക്കുമൊക്കെ ഈ തുക വേറെ പ്രയോജനപ്പെടുന്നതാണ്. മുൻപ് 5 ലക്ഷം പേർക്ക് സഹായം നൽകാൻ ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരും അതിൽ പകുതിയോളം ഗുണഭോക്താക്കളുമുണ്ട്. പദ്ധതി നിർത്തിവച്ചേക്കുമെന്ന ആശങ്കകൾക്ക് വിരാമമിട്ട് പുതിയ സർക്കാരും ഈ പദ്ധതി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിശ്ശിക തീർക്കലും പുതിയ അപേക്ഷകൾ സ്വീകരിക്കലും സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനായുള്ള തുക ബജറ്റിൽ വകയിരുത്തി കഴിഞ്ഞു. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. രേഖകൾ പരിശോധിച്ച് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജീവൻ ദീപം ഒരുമ പദ്ധതി വഴി സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാവുകയാണ്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം വെറും 20 രൂപ മാത്രമാണ്. 2027 മാർച്ച് 31 വരെ കാലാവധിയുള്ള ഈ പോളിസി വഴി 18നും 50നും ഇടയിൽ പ്രായമുള്ള ഒരംഗത്തിന് സ്വാഭാവിക മരണം സംഭവിച്ചാൽ അവകാശിക്ക് 2 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. CDS തലത്തിലെ ഭീമമിത്ര വഴിയാണ് പ്രീമിയം തുക സമാഹരിക്കുന്നത്. ഇൻഷുറൻസിന് പുറമെ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താനും ബിസിനസ് വികസിപ്പിക്കാനും സഹായിക്കുന്ന നിരവധി വായ്പാ പദ്ധതികളും കുടുംബശ്രീ ഒരുക്കുന്നുണ്ട്.
അംഗങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നൽകുന്ന ഇന്റേണൽ ലോൺ, പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ബാങ്ക് ലിങ്കേജ് ലോൺ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ലിങ്കേജ് വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് പലിശ സബ്സിഡി വഴി വളരെ കുറഞ്ഞ പലിശയിലോ പലിശരഹിതമായോ ലോൺ ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ കൃഷി ആവശ്യങ്ങൾക്കായി 4-5 പേരടങ്ങുന്ന സംയുക്ത ഗ്രൂപ്പുകൾക്ക് നൽകുന്ന JLG മൈക്രോ ക്രെഡിറ്റ് വായ്പകളും ചെറുകിട ബിസിനസ് തുടങ്ങാൻ സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന മൈക്രോ എന്റർപ്രൈസസ് ലോണുകളും ലഭ്യമാണ്. കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ സജീവ അംഗങ്ങൾക്കാണ് ഈ വായ്പകൾക്ക് യോഗ്യതയുള്ളത്. ലോൺ ആവശ്യമുള്ളവർ അയൽക്കൂട്ട മീറ്റിംഗിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം ADS, CDS ഓഫീസുകൾ വഴി പ്രൊജക്ട് പ്രപ്പോസലുകൾ ബാങ്കിലേക്ക് കൈമാറിയാണ് തുക അനുവദിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി തികച്ചും സമാശ്വാസമേകുന്ന ചില പ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഈ കനത്ത മഴക്കാലത്ത് പ്രായമായവർ മസ്റ്ററിംഗ് ആവശ്യങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളിലേക്കോ ഇറങ്ങിത്തിരിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. കാരണം പുതിയ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങൾ പുനഃക്രമീകരണത്തിലാണ്. ഒരുപക്ഷെ ഇതിൽ വലിയ ഇളവുകളോ തീയതി നീട്ടലുകളോ ഉണ്ടായേക്കാവുന്നതിനാൽ സർക്കാർ പ്രഖ്യാപനം വരുന്നതുവരെ ഇത്തരം യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. കൃത്യമായ അറിയിപ്പ് യഥാസമയം നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കും. അതേസമയം ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ ആരും വഞ്ചിതരാകരുത്. 2 മാസത്തെ തുകയായ 4000 രൂപ ഒരുമിച്ച് ലഭിക്കുമെന്ന പ്രചാരണങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ട്രഷറി നിയന്ത്രണങ്ങളും നിലവിലെ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് പ്രതിമാസ ഗഡുവായ 2000 രൂപ മാത്രമായിരിക്കും പതിവ് പോലെ മാസാവസാനത്തോടെ അക്കൗണ്ടുകളിൽ എത്തുക. വരാനിരിക്കുന്ന ഓണക്കാലത്ത് മുൻ വർഷങ്ങളിലെ പോലെ ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമോ, പ്രത്യേക അലവൻസുകളോ കുടിശ്ശിക തീർക്കലുകളോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ ക്യാബിനറ്റ് തീരുമാനങ്ങൾക്ക് ശേഷം മാത്രം കൃത്യമായ ഒരു വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ അത്തരം പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ സാഹചര്യം വരെ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. റേഷൻ അരിയുടെ ഗുണനിലവാരം ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പച്ചരിയിൽ നുറുങ്ങരിയുടെ അളവ് 25% നിന്നും 10%, പുഴുക്കലരിയിൽ 16% നിന്ന് 6% കുറയ്ക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല അരി റേഷൻ കടകളിലെത്തും. അടുത്തതായി, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട്. നിലവിൽ മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്ററുമാണ് ലഭിക്കുക. മറ്റൊരു പ്രധാന കാര്യം, നീല വെള്ള കാർഡുകളിൽ നിന്നും അർഹരായവർക്ക് BPL കാർഡിലേക്ക് മാറാൻ ജൂലൈ 17 വെള്ളിയാഴ്ച വരെ അപേക്ഷിക്കാം. സർക്കാർ ജീവനക്കാർ, ആദായ നികുതി അടയ്ക്കുന്നവർ, പ്രതിമാസ വരുമാനം 25,000 രൂപയ്ക്ക് മുകളിലുള്ളവർ, സ്വന്തമായി കാറോ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടോ ഉള്ളവർ എന്നിവർ ഇതിന് അർഹരല്ല. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും നിലവിലെ നിയമപ്രകാരം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഉടൻ അപേക്ഷിക്കുക. അതുപോലെ ട്രോളിംഗ് നിരോധനം പ്രമാണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മാസം സൗജന്യ റേഷൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ ജൂലൈ മാസത്തിലെ നീലക്കാർഡുകാർക്ക് അരിക്ക് പുറമെ 3 കിലോ ഗോതമ്പും 4 കിലോ ആട്ടയും ലഭിക്കുമ്പോൾ വെള്ളക്കാർഡുകാർക്ക് ഗോതമ്പുണ്ടാകില്ല. പകരം 4 കിലോ അരിയും 4 കിലോ ആട്ടയും ലഭിക്കും. എന്നാൽ മഞ്ഞ പിങ്ക് കാർഡുകാരുടെ വിഹിതത്തിൽ മാറ്റമില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലെ ജൂലൈ 11 ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,230 രൂപയിലും പവന് 1,05,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.